ദമാമിൽ നിന്ന് ജിത്തയിലേക്ക് പോകുന്ന മൂന്നാമത്തെ വീഡിയോ ആണ്. നമസ്കാരമുണ്ട് കൂട്ടുകാരെ. കഴിഞ്ഞ ദിവസം ഞാൻ 2 വീഡിയോസ് ഇട്ടായിരുന്നു പാർട്ടായിട്ട്. അപ്പോൾ തുടക്കക്കാർക്ക്, പുതിയ ആൾക്കാർക്കൊക്കെ സൗദി വന്ന് ഓടിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് മൂന്നാമത്തെ പാർട്ടാണ്. 1ഉം 2ഉം പാർട്ട് കണ്ടിട്ട് വേണം ഇത് കാണാൻ. അപ്പോൾ ഇതിന് നമ്മൾ കുറേ കാര്യങ്ങൾ ഇന്ന് ഡിസ്കസ് ചെയ്യും. കുറേ കാര്യം എന്ന് പറഞ്ഞാൽ വണ്ടിയെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ഇന്ന് പറയും. പിന്നെ റോഡിൻ്റെ ചലാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എപ്പോഴും നമുക്ക് വാഹനത്തെക്കുറിച്ച് പഠിക്കുന്നത് നല്ലതാണ്. ഏത് വാഹനമായാലും നമ്മൾ ഓടിക്കുമ്പോൾ വണ്ടിയെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ നമ്മുടെ ഡ്രൈവിംഗ് സ്കില്ല് കൂടുകയും സേഫ് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപകടമില്ലാതെ വണ്ടിക്കൊരു പണി വന്നാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കുറേയൊക്കെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്ന് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത് സിത്താരയാണ്, 2 ആക്സിലാണ്. 2 ആക്സിൽ എന്ന് പറഞ്ഞാൽ ഇത് ഫ്രീ ആക്സിലാണ്. ഓക്കെ, ഞാൻ അകത്തോട്ട് കയറി ഒന്ന് കാണിക്കാം. ഫ്രീ ആക്സിൽ എന്ന് വെച്ചാൽ ഇഞ്ചിൻ്റെ പിടുത്തം ഇതിലേക്ക് വരുന്നില്ല. ഓക്കെ, അതാണ് ഫ്രീ ആക്സിൽ. അപ്പോൾ ഇവിടെ ട്രെയിലറിൻ്റെ അകത്ത് 3 ആക്സിലുണ്ട്, അതുപോലെ 2 ആക്സിലുണ്ട്. ഒരു ആക്സിലിൻ്റെ അകത്ത് 4 ടയറാണ്. അപ്പോൾ 2 ആക്സിലൂടെ കൂട്ടി 8 ടയർ. ലോങ് സിത്താരയാണ്. അപ്പോൾ അടുത്തൊരു വണ്ടി കിടപ്പുണ്ട്, അതും സിത്താരയാണ്, പക്ഷേ അത് 3 ആക്സിലാണ്. 3 ആക്സിൽ. അപ്പോൾ ഒരു ആക്സിലിനകത്ത് 2 ടയറുകൾ അപ്പുറത്തും ഇപ്പുറത്തും. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെ ഇതാണ് ട്രെയിലർ. ട്രക്കെന്നോ ട്രെയിലറെന്നോ ഒക്കെ നമുക്കിതിന് പേര് പറയാം. അപ്പോൾ ക്യാബിൻ ഇതിൻ്റെ സെപ്പറേറ്റാണ്. എപ്പോഴും ട്രെയിലറിൻ്റെ ക്യാബിൻ സെപ്പറേറ്റാണ്. ഓക്കെ, ഈ പൈപ്പൊക്കെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ട്രെയിലർ സെപ്പറേറ്റ് ആക്കാം. നമുക്ക് വേണ്ട ലോഡിന് വേണ്ടത് സത്യമാണോ സിത്താരയാണോ ലോബട്ടാണോ അതിവിടെ കൊരുക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ സിസ്റ്റം. ഓക്കെ, പിന്നെ ആക്സിൽ. ഇതാണ് ഡ്രൈവ് വീൽ. ഇഞ്ചിൻ്റെ ശക്തി ഈ ആക്സിലേക്ക് മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ ഇത് സിംഗിൾ ആക്സിലാണ്, സിംഗിൾ ആക്സിൽ വണ്ടിയാണ്. ഓക്കെ, ഇവിടെ ഇതിൻ്റെ ഹൗസിങ്ങും കാര്യങ്ങളും, ബ്രേക്കിൻ്റെ ബൂസ്റ്ററും കാര്യങ്ങളും, പിന്നെ എയർ സിലിണ്ടറൊക്കെ ഇവിടാണ്. അപ്പോൾ ബാക്കിലേക്ക് ഇഞ്ചിൻ്റെ ശക്തി പോകുന്നില്ല. ഓക്കെ, ഇത് ട്രെയിലറിൻ്റെ അടിഭാഗമാണ്. മിക്കവാറും എല്ലാ വണ്ടിക്കും അതിന് 2 ടാങ്കുണ്ട്. ഏകദേശം ഒരു 1050 ലിറ്റർ ഡീസൽ കൊള്ളും രണ്ടിലൂടെ. 400-ൻ്റെയും അതുപോലെ അപ്പുറ സൈഡിൽ 600-ൻ്റെ ആവാം, 550-ൻ്റെ ആവാം. പിന്നെ ബാറ്ററിയൊക്കെ ഇവിടാണ്. 2 ബാറ്ററി ഉണ്ട്. 12 വോൾട്ടിൻ്റെ 2 ബാറ്ററിയാണ് ഈ സൈഡിൽ. പിന്നെ കൂട്ടുകാരെ, സൗദിയിൽ കൂടുതലും ട്രക്ക് ബെൻസ് തന്നെയാണ്. എല്ലാ ട്രക്കും ഉണ്ട്. ഇത് ബെൻസിൻ്റെ ഒരു ആക്ട്രസ് 2011 മോഡൽ ട്രക്കാണ്. ഈ 2040 കാണുന്നത് 40-ൻ്റെ ഇതിൻ്റെ പവറാണ് ഇഞ്ചിൻ്റെ. 20 എന്ന് പറയുന്ന ലോഡിങ് കപ്പാസിറ്റി. അടിയിൽ കൂടെ ഒന്ന് കാണിക്കാം ഇഞ്ചിൻ്റെ ഭാഗം. വലിയ ഇഞ്ചിനാണ്. ഏകദേശം ഒരു 6 പിസ്റ്റണുണ്ട് 2 സൈഡിലായിട്ട്. 6 പിസ്റ്റൺ, ഒരു സൈഡിൽ 3 പിസ്റ്റൺ സിലിണ്ടർ. ഓക്കെ, ഈ ഭാഗത്ത് എയർ ക്ലീനർ ടോപ്പ് വരെ പോകുന്നുണ്ട്. ഇതെല്ലാം 2000 കിലോമീറ്ററിൽ ഒന്ന് എയർ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്തിടുന്നത് നല്ലതാണ്. അടിയിൽ കൂടെ 2000 കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ എയർ ഫിൽറ്റർ എയർ അടിച്ച് നമുക്ക് വീണ്ടും ഫിക്സ് ചെയ്യാം. അതുപോലെ ഓയിലും റേഡിയേറ്റർ വെള്ളമൊക്കെ ഒഴിക്കുന്ന ഈ ഭാഗത്തൂടാണ്. ഇവിടാണ് നമ്മൾ കൂളൻ്റ് ഒഴിക്കുന്നത്. ഏകദേശം ഒരു 35-36 ലിറ്റർ കൂളൻ്റ് ഈ റേഡിയേറ്ററിൽ കൊള്ളും. വലിയ റേഡിയേറ്ററാണ്. ഫ്രണ്ട് സൈഡിലായിട്ട് AC-യുടെ കണ്ടൻസറൊക്കെയാണ്. അതിനുശേഷം ബാക്ക് സൈഡിൽ റേഡിയേറ്ററും ഫാനും ഒക്കെ. അപ്പോൾ ഏകദേശം ഇതിനകത്ത് കൂളൻ്റ് ഒരു 36 ലിറ്ററോളം കൂളൻ്റ് കൊള്ളും. ഈ സൈഡ് കാര്യങ്ങൾ, ഷോക്ക് സർ, ക്യാബിൻ്റെ ആക്ഷൻ ചെയ്യാൻ വേണ്ടിയുള്ള സസ്പെൻഷൻ കാര്യങ്ങൾ. പിന്നെ ഓയിൽ ഒഴിക്കുന്ന ഇതുവഴിയാണ്. ഇത് ഓയിൽ ഗേജ്. ഇത് ഡമ്മിയാണ്. കമ്പ്യൂട്ടർ വഴിയാണ് ഇതിൻ്റെ ഓയിൽ നോക്കുന്നത്. ഏകദേശം ഇതിൻ്റെ ഇഞ്ചിനകത്ത് 36 ലിറ്റർ ഇഞ്ചൻ ഓയിൽ കൊള്ളും. 36 ലിറ്റർ ഇഞ്ചൻ ഓയിൽ ഇതിനകത്ത് കൊള്ളും. ഇവിടെ പിന്നെ ക്ലച്ചിൻ്റെ ഓയിൽ. ഇതിനകത്ത് ഓയിൽ ഉണ്ടെങ്കിൽ ക്ലച്ചിനകത്ത് ലൂബ്രിക്കേഷൻ ഓയിൽ ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് എ സിയുടെ കാര്യങ്ങളാണ്, എ സിയുടെ പൈപ്പും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ. പിന്നെ എ സിയുടെ ഫിൽറ്റർ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് ഇതിനെ എയർ അടിച്ച് ഫിറ്റ് ചെയ്യാം. ഓക്കെ, എ സിയുടെ ഫിൽറ്റർ നമുക്ക് തന്നെ എടുത്ത് വേണമെങ്കിൽ എയറൊക്കെ അടിക്കാം. പൊടിയൊക്കെ കളഞ്ഞ് വീണ്ടും ഇട്ടാൽ നല്ല കാറ്റൊക്കെ കിട്ടും. പിന്നെ അകത്ത് ഇതിൻ്റെ തലേജയും കാര്യങ്ങളും എ സി സിസ്റ്റമൊക്കെ അകത്താണ്. ഇവിടെ പവർ സ്റ്റിയറിങ്ങിൻ്റെ സ്റ്റീറിംഗ് ബോക്സ് ഇത് വഴിയൊക്കെ ഓയിൽ നമുക്ക് ഒഴിക്കാം. അത്യാവശ്യം കുറവുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഈ പവർ സ്റ്റിയറിങ്ങിൻ്റെ ഓയിലൊക്കെ നമുക്ക് ഒഴിക്കാം. പിന്നെ വൈപ്പറിന് വേണ്ടിയുള്ള വാട്ടർ നമുക്ക് ഇതുവഴി സ്റ്റോർ ചെയ്യാം. ഇഞ്ചൻ കാണണമെങ്കിൽ നമ്മൾ ക്യാബിന് അപ്പ് ചെയ്യേണ്ടി വരും, അത് ബുദ്ധിമുട്ടാണ്. ഈ ഭാഗത്താണ് ഇതിൻ്റെ ഇഞ്ചൻ. ഓക്കെ, അതുപോലെ ഇഞ്ചിനോട് ചേർന്നാണ് ഗിയർ ബോക്സ്. ഇതാണ് ഗിയർ ബോക്സ്. ഇവിടെ പിന്നെ എ സിയുടെ ഫിൽറ്റർ ഫ്രണ്ടിൽ ഇഞ്ചിൻ്റെ അടുത്തുമുണ്ട്. ഡീസൽ ഫിൽറ്ററാണ്. ഇവിടെ നമുക്ക് ലിഫ്റ്റ് പമ്പ്, ഈ ചെറുത് കാണുന്നത്, അവിടെ നമുക്ക് അത്യാവശ്യം ലിഫ്റ്റ് പമ്പ് എയർ വല്ലം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലിഫ്റ്റ് പമ്പ് ടൈറ്റ് ചെയ്യാം. ഇതും ഡീസലിൻ്റെ ഫിൽറ്ററാണ്. പിന്നെ അകത്തും ഇഞ്ചിൻ്റെ ഭാഗത്തും ഓയിൽ ഫിൽറ്ററും ഡീസൽ ഫിൽറ്ററും വേറെ ഉണ്ട്. പിന്നെ ടയറിൽ നമ്മൾ വലിയ ടയറാണ്. സൈസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, 315/86/22.5. ഓക്കെ, അപ്പോൾ ഏകദേശം ഫ്രണ്ടിൽ നമ്മളൊരു 220 പൗണ്ട് അടിക്കും, 230 അടിക്കാം. ലോഡ് അനുസരിച്ചാണ്. അതുപോലെ ഈ ടയറിൻ്റെ സൈസും സെയിമാണ്. അതുപോലെ ബാക്കിലെ ടയറിൽ നമ്മളൊരു 130 പൗണ്ടൊക്കെ അടിക്കും. അത് ടയറിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് എയർ അടിക്കുന്നത്. പിന്നെ ലോഡ് അനുസരിച്ച് നല്ല ടയറൊക്കെ ആണെങ്കിൽ മാക്സിമം നമുക്ക് എയർ അടിച്ചാൽ കുഴപ്പമില്ല, 150 വരെയൊക്കെ എയർ അടിക്കാറുണ്ട്. ഓക്കെ, അപ്പം വീഡിയോ ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. ഏകദേശം ഒരു വണ്ടിയെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വണ്ടിയെപ്പറ്റി കൂടുതൽ അറിവ് നേടുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നെങ്കിൽ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ അടുത്ത പാട്ടുമായിട്ട്, ഇത് 3ാമത്തെ പാട്ടാണ്. ഇതിൻ്റെ അടുത്ത പാട്ടുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും. ഇനിയും ജിദ്ദയ്ക്ക് ഒരു 2 മണിക്കൂർ യാത്രയോടുണ്ട്. ഇന്ന് രാവിലെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഞാൻ ജിദ്ദ എത്തും. ഇപ്പം ജിദ്ദയിൽ നോ എൻട്രിയാണ്. അതുകൊണ്ട് ഇവിടെ വണ്ടി പിടിച്ചിട്ടിരിക്കുകയാണ്. ഇനി ഒരു 8:30-9 മണിയാകുമ്പോൾ അവർ ഓപ്പൺ ചെയ്യും. അപ്പോൾ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഞാൻ ജിദ്ദ എത്തും. ഓക്കെ, പുതിയ വീഡിയോ ഇതിൻ്റെ 4ാമത്തെ പാട്ടുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു.